നരേന്ദ്രമോദി പെട്ടിരിക്കുകയാണ്. എടുത്തു പറഞ്ഞാൽ നേരെ പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ മോദിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ ഒരു പ്രസംഗം നടത്തി. കന്നി വോട്ടർമാർക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗമായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഓരോ ആളുകളുടെയും വോട്ട് പുൽവാമയിലെ രക്തസാക്ഷികൾക്കും ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയ വ്യോമസേനയുടെ പൈലറ്റുമാർക്കുമുള്ള ബഹുമതിയായിരിക്കണമെന്ന് നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അതിന്റെ ദൃശ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും അവർ ആ ദൃശ്യത്തിലെ പിഴവുകൾ കൃത്യമായി മനസ്സിലാക്കുകയും പ്രഥമ ദൃഷ്ടിയിൽ നരേന്ദ്രമോദി സൈന്യത്തിനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ചു എന്നുള്ളത് കണ്ടെത്തുകയും ഉസ്മാനാബാദിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ആ ദൃശ്യം നൽകുകയും അവരത് പരിശോധിച്ച് അത് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഉസ്മാനാബാദിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നു നരേന്ദ്രമോദി സൈന്യത്തിന് വേണ്ടി വോട്ട് ചോദിച്ചു എന്നുള്ളത്. മാർച്ച് 19 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സൈന്യത്തിനെ മുന്നിൽ നിർത്തി ആരും വോട്ട് ചോദിക്കരുത്, അങ്ങനെ വോട്ട് ചോദിച്ചാൽ അത് ചട്ടലംഘനമായിരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 9 ഈ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാർച്ച് 19 ഒരു ഔദ്യോഗികമായിട്ടുള്ള കാര്യത്തിലോട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. എന്നാൽ മാർച്ച് 19 ശേഷം തന്നെ നിരവധി BJP പ്രവർത്തകർ, BJPയുടെ നേതാക്കന്മാർ സൈന്യത്തിനെ മുന്നിൽ നിർത്തിയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു ചട്ടലംഘനം നടത്തി എന്ന് പറയുന്നത് അത് ചിന്തിക്കപ്പെടേണ്ട കാര്യമാണ്. അതായത് പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ സൈന്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത്. ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊരു ചട്ടലംഘനം തന്നെയാണ്. ഈ ചട്ടലംഘനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ നരേന്ദ്രമോദിയോട് വിശദീകരണം തേടും. ഇത് ഒരു ചരിത്ര സംഭവമായിരിക്കും. അങ്ങനെ ആയി കഴിഞ്ഞാൽ, വിശദീകരണം തേടി കഴിഞ്ഞാൽ ഒരു ചരിത്ര സംഭവമാകും. പക്ഷേ പ്രതിപക്ഷം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരത്തെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി വേല ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഈ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും പ്രഥമ ദൃഷ്ടിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതല്ല, കേരളത്തിലെ വിവേകമുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവേകമുള്ള ജനങ്ങൾക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് സൈന്യത്തിനെ മുന്നിൽ നിർത്തി വോട്ട് ചോദിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ഈ വിഷയത്തിൽ നരേന്ദ്രമോദി കുടുങ്ങും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ഏത് രീതിയിലായിരിക്കുമോ എന്നുള്ളത് ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും ഈ പ്രസംഗം നേരെ പരിശോധിച്ചു കഴിഞ്ഞാൽ മോദിക്ക് തിരിച്ചടിയായിരിക്കും നൽകുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.